ഇതിപ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് ഇപ്പോൾ കഴിഞ്ഞ വണ്ടിയാണ് എന്ന് വെച്ചാൽ ബാലൻസിങ് ഫസ്റ്റ് നമ്മൾ ബാലൻസ് ചെയ്തു, ടയറിൻ്റെ പൊസിഷനൊക്കെ എല്ലാം കറക്റ്റ് ചെയ്തിട്ടു, എല്ലാത്തിനും എയർ പ്രഷറൊക്കെ ക്ലിയർ ചെയ്തു, അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ റോഡിൽ ഓടിച്ച് എൻ്റെ സ്റ്റിയറിംഗ് ഒക്കെ എല്ലാം കറക്റ്റാണോ, സൈഡ് പുള്ളിംഗ് ഒക്കെ ഉണ്ടോ, സൈഡ് പുള്ളിംഗ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എടുത്ത റീഡിങ്ങിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ ചില റീഡിങ്സൊക്കെ ഫിക്സഡ് ആയിരിക്കും കമ്പനി വരുന്നതന്നെ. അപ്പോൾ അതിൽ വല്ല വണ്ടി തട്ട് കിട്ടിയിട്ടുണ്ടോ, സസ്പെൻഷൻ വല്ല ഇറങ്ങി ബാക്കിലേക്ക് പോകുന്നുണ്ടോ വീല്, അതൊക്കെ എല്ലാം നമുക്കപ്പോൾ അറിയാൻ പറ്റും. ആംഗിളിൽ വല്ല ചേഞ്ച് ഉണ്ടോ, അതൊക്കെ ഓടിച്ച് നമ്മൾ ക്ലിയർ ചെയ്ത് സ്റ്റിയറിംഗ് സെൻറ്റർ ചെയ്തിട്ടാണ് കസ്റ്റമർക്ക്. അപ്പോൾ കസ്റ്റമർക്കും ആ വണ്ടി ഓടിക്കുമ്പോൾ ആ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. വണ്ടി നമ്മൾ കൈ നേരെ വിട്ട് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ സ്ട്രെയിറ്റ് പോകണം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആ ഒരു കംഫർട്ട് നമുക്ക് കിട്ടുള്ളൂ, ഡ്രൈവിലുള്ള കംഫർട്ട് കിട്ടുള്ളൂ. പിന്നെ ഒരു വേരിയേഷനൊക്കെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാലും കസ്റ്റമർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. സ്റ്റിയറിങ്ങിൻ്റെ സെൻറ്ററൊക്കെ ചേഞ്ച് ആയി പോയി കഴിയുമ്പോൾ കസ്റ്റമർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എന്തോ അലൈൻമെൻറ്റ് വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. പിന്നെ മെക്കാനിക്കലായിട്ട് എന്തെങ്കിലും അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അലൈൻമെൻറ്റ് ഓൾട്ടർനേറ്റ് ചെയ്യണം. ഇന്ന് ചെയ്ത വണ്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാളെ എന്തെങ്കിലും അഴിച്ച് പണിത് കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് മാറും. കട്ടറിലടിച്ച് ഡിസ്കൊക്കെ ബെൻഡാവുന്ന ടൈപ്പ് ഒരു വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞാലും അലൈൻമെൻറ്റ് മാറും. അപ്പോൾ ഇന്ന് ചെയ്ത വണ്ടിയാണെന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഇപ്പോൾ അടുത്ത ദിവസം നമ്മൾ അങ്ങനെയൊക്കെ വല്ല വീണ് ആംഗിളൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ രണ്ടാമതൊന്ന് റീസെറ്റ് ചെയ്യണം.